വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു. ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെട്ടത്. ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങഴിച്ച് നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നവമി നൽകും വിവരങ്ങൾ. നവമി കൊടും കുറ്റവാളിയാണ്, കുപ്രസിദ്ധ മോഷ്ടാവാണ്. ഇപ്പോൾ ഇതാ പലവട്ടം ഇത്തരത്തിൽ ജയിൽ ചാടിയ ആളാണ്. സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അരിച്ചു പെറുക്കുകയാണ് പോലീസ് അടക്കം. ഇത് നേരത്തെ ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ ഈ ഒരു വലിയ വീഴ്ചയുണ്ടാവില്ലായിരുന്നു. ഈ അന്വേഷണം എവിടെ എത്തി? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ പ്രതിയെക്കുറിച്ച്? ബബി, എന്തായാലും പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഈ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സുരക്ഷാ വീഴ്ച എന്ന തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധവും ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട്. കാരണം ഇത്രയും ഇതിനു മുൻപും കൊടും കുറ്റവാളിയാണ്. ഏകദേശം 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. ഈ മോഷണം നടത്തിയ ശേഷം ആളുകളെ, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ആ രീതിയിലാണ് ഇദ്ദേഹം മോഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ കുറ്റവാളിക്ക് വേണ്ട സുരക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയൊന്നും പോലീസ് പുലർത്തിയിട്ടില്ല എന്നത് ഈ ഒരു രക്ഷപ്പെടലിൽ നിന്നും വ്യക്തമായിട്ടുമുണ്ട്. കടുത്ത എന്തായാലും പോലീസിന്റെ വലിയ പ്രതിഷേധം, പോലീസിന്റെ വലിയ ഒരു നിരീക്ഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂർ നഗരത്തിലെല്ലാം തന്നെ വലിയ രീതിയിൽ പോലീസ് വല വിരിച്ചിട്ടുണ്ട്. ഇയാളെ ഉടനെ തന്നെ പിടികൂടും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇയാളെ ഇത്ര ലാഘവത്തോടു കൂടിയായിരുന്നോ പോലീസ് ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തി തിരിച്ചു വരുന്ന വഴിയിലാണ്. അവിടെയാണ് നവമി തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ കേരള പോലീസിന്റെ കൺമുന്നിൽ നിന്ന് പ്രതി ഓടിപ്പോയി എന്നുള്ളതാണ് ശ്രദ്ധേയം. അതെ, അതാണ് ഭവ്യ. പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ, അതായത് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇയാളുടെ കൈവിലങ്ങ് അഴിച്ചത്. ആ കൈവിലങ്ങ് അഴിച്ച സമയത്ത് തന്നെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനു മുൻപും ഇതുപോലെ ഓടി രക്ഷപ്പെട്ട ഒരാളാണ്. അന്ന് പോലീസിന്റെ വാഹനത്തിൽ നിന്നുമാണ്, വാഹനത്തിന്റെ ഡോർ ചവിട്ടിപ്പൊളിച്ചാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. അന്ന് ഒരു ബൈക്കിൽ ആയിരുന്നു രക്ഷപ്പെട്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രക്ഷപ്പെടാൻ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ജാഗ്രത കുറവുണ്ടായെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഉടനെ തന്നെ ഇയാളെ പിടികൂടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാളെ പിടികൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടായ ഈ പോലീസുകാർക്കെതിരെ നടപടിക്കുമുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഭവ്യ. തീർച്ചയായും ഇപ്പോൾ തൃശൂർ നഗരമടക്കം അരിച്ചു പെറുക്കുകയാണെന്നുള്ള വിവരമാണ് നവമി നമുക്ക് ലഭ്യമാകുന്നത്. അതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നല്ലോ. കൃത്യമായ ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ ഇതിനു മുൻപും ഇയാൾ ഇത്തരത്തിൽ ജയിൽ ചാടിയ കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ വന്നതാണ്. അപ്പോൾ ഈ തവണയും ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചാട്ടം ഇയാൾ നടത്തിയത്, അല്ലെങ്കിൽ നടത്തിയത് എന്ന് തന്നെയാണോ വിലയിരുത്തുന്നത്? ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത എത്രമാത്രം പോലീസ് കാണുന്നുണ്ട്? നമുക്ക് അതിൽ വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ ഒരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതിലും ഒരു വ്യക്തത കൈവരുത്തും. ഇപ്പോൾ എന്തായാലും ഇയാൾക്കായി, ചാടിപ്പോയ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മാത്രമാണ് ലഭിക്കുന്ന വിവരം. പോലീസും മറ്റ് സംസ്ഥാനത്തെ എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശവും, ഒപ്പം ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുമുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.